ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഇൻഡസ്ട്രീസ് വരുന്നൊരു ജില്ല ആയിട്ടുള്ള സോളനിലാണ്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. സോളനിൽ വന്നപ്പോൾ നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന കയറ്റം കയറുന്ന സമയത്ത് വണ്ടി ചെറുതായിട്ട് പണി തന്നു. അവൻ്റെ ഹൗസിങ്ങിൻ്റെ അകത്തുള്ള ബെയറിങ്ങോ അതോ ഇനി ആക്സിഡൻ്റ് ആണെന്ന് അറിയില്ല. എന്തായാലും ഏതൊരു സാധനം പോയി വണ്ടി ഗിയർ മാറ്റിയിട്ട് മൂവ് ചെയ്യാത്ത കാരണത്താൽ വണ്ടി ഒരു വിധത്തിൽ ഇവിടേക്ക് എത്തിച്ച് ഇന്നലെ രാത്രി മൊത്തം ആ വണ്ടിയിലാണ് ഇന്ന് കടന്നുറങ്ങുന്നുണ്ടായിരുന്നത്. ഇന്നലെ തുടങ്ങിയ മഴയാണ്, ഇതുവരെ ആയിട്ട് നിന്നിട്ടില്ല. അപ്പം ഇനി അങ്ങോട്ടൊരു 300 മീറ്റർ അല്ലെങ്കിൽ ഒരു 500 മീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു വർഷാപ്പാറിനെ കാണാൻ പറ്റും. അവൻ്റെ അടുത്തേക്ക് പോവാണ്. അവനോട് പോയി സംസാരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, വണ്ടി എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇന്നലെ വന്ന സ്ഥലം പോലെയല്ല. ഇന്നത്തെ ആയപ്പോഴേക്കും ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കുന്ന സ്ഥലങ്ങളായി മാറിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മളാ വണ്ടി നിർത്തിയ സ്ഥലം മാത്രമാണ് പിന്നെയും കുറച്ചൊരു സേഫുള്ള സ്ഥലം. ബാക്കിയുള്ളടത്തൊക്കെ വൻ ലാൻഡ് സ്ലൈഡിങ്ങിൻ്റെ സീനുള്ള സ്ഥലങ്ങളാണ്. നമ്മൾ വരുന്ന റൂട്ടിലൊക്കെ കാര്യമായിട്ട് കണ്ടതാണ്. എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് 140 ദിവസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞുള്ള ദിവസമാണ്. എന്തായാലും നമുക്ക് നോക്കാം വണ്ടി റെഡിയായി കിട്ടുമോ ഇല്ലോ എന്നുള്ളതൊക്കെ. കാരണം ഇവിടെ ഒരു ജീപ്പും ഇല്ല. ഹിമാചൽ വന്നതിന് ശേഷം ഒരു ജീപ്പും കണ്ടില്ല. അത് മാത്രമല്ല ഇന്നലെ ഒരു 10-15 മെക്കാനിക് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലേ, ആർക്കും ജീപ്പിന്റെ വർക്കും അറിയില്ല. അതെ, അതാണ് സീന്. പറഞ്ഞിട്ടുണ്ട്. അവൻ നല്ല കോൺഫിഡന്റ് ആണ്. ഈ സ്ഥലത്താണെങ്കിൽ നോക്കിയേ കുറേ ഷോറൂം ഉണ്ട്. ഇവിടെ ടാറ്റ മോട്ടോഴ്സ്, കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ടൊയോട്ട ഉണ്ട്. അല്ല, ആ വൈറ്റ് ബിൽഡിംഗ് ആണെന്ന് ടൊയോട്ട ആണ്. ഇനി അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കിയ ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ കാർ കെയർ എന്ത് വരുന്നത്, വർക്ക്ഷോപ്പ് വരുന്നത്. ഇതാട്ടോ അവസ്ഥ. റോഡിന്റെ ആ സൈഡ് മൊത്തം മണ്ണിടിച്ചില്ല. മണ്ണ് മേലെ നിന്ന് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ട്. ഇതാ മുമ്പിലിതാ അവിടെ ഇന്നലെ വലിയൊരു മരം വീണ്. പോണ സ്ഥലത്ത് വലിയ കല്ലുകൾ വീണ്. മോനെ എല്ലായിടത്തും വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വരുന്ന റൂട്ടിൽ തന്നെ എത്ര ആരെ കണ്ടത്. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള കോമൺ സീനാട്ടത്. നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ ലാൻഡ് സ്ലൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്. എന്നാൽ പോലും ഇവിടെ അത്രയും മലകളല്ലേ. ഈ കിയൻ്റെ ഷോറൂം ആയിട്ടാണ് മൂപ്പരുടെ വർക്ക്ഷോപ്പ് വരുന്നത്. പോയി നോക്കട്ടെ. ഇപ്പം ഞാൻ എന്തൊക്കെയാണ് പറയുന്നറിയില്ല. ഇന്ന് തന്നെ ഇവിടുന്ന് വണ്ടി കൊണ്ട് പോകാനുള്ള പ്ലാനാണ്. ഇവിടെ ആണെങ്കിൽ മണാലിയിൽ ഞാൻ വന്ന റൂട്ടിൽ ഇപ്പോൾ ഫുൾ സീനായി കിടക്കുകയാണ്. വെള്ളമല്ല വരുന്നത്, ചളിയാണ് വരുന്നത് അല്ലേ. എത്ര വെള്ളച്ചാട്ടം വന്ന രാവിലത്തേക്ക് ആയപ്പോൾ ഉണ്ടായത്. ഇവിടെ പോലീസുകാരൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിക്ക് വന്നിട്ടുണ്ട്. അവിടെ വീണടാ ആവുന്നേ. എൻ്റെ മോനെ തവടി ഓക്കെ. അവിടെ കളിയില്ല, മണ്ണിങ്ങനെ അളുകി വരുന്നേ. അവിടെ അവിടെ നിന്ന് പോവാ പെട്ടെന്ന്. ബിസികളിലൊക്കെ മരം വീണെടുക്കാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഗ്യാരേജ് കേട്ടോ, കാർ കെയർ ഓട്ടോ സെൻറ്റർ. കാറിൻ്റെ വർക്ക്ഷോപ്പാണ്. അവിടെ നോക്കി ആ ലോറിൻ്റെ ഇപ്പുറത്തേക്കായിട്ട് മരം വീണിട്ടുള്ളത്. ഇത് ഇന്നലെ വീണാട്ടോ. ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നാണല്ലോ. ഇന്നായപ്പോഴേക്കും വീണാട്ടോ. ഇന്നലെ ഞങ്ങൾ ഈ മരം കണ്ടിട്ടില്ല. കണ്ടില്ലേ, ഇതാട്ടോ മഴൻ്റെ അവസ്ഥ. ഹെവി മഴ. അതിന് മേലൊക്കെ നോക്കി നിങ്ങൾ ആ മരൻ്റെ ഒക്കെ ഹൈറ്റ് വന്നായിട്ടില്ല അതൊക്കെ ഉള്ളത്. വർഷാപ്പത്തെ ആള് സാധനം വേണ്ടി പുറത്തേറ്റ് 5 മണിക്കൂർ എൻ്റെ വരുള്ളൂ എന്ന് പറഞ്ഞു. മൂപ്പരാണ് നല്ല പോസ്റ്റാണ് നമുക്ക്. ഇവര് തീയൊക്കെ ഇട്ടാണ്ടില്ലേ ചൂടുള്ളന്നേ. അങ്ങനെ പോയി ചാടിച്ചോന്നല്ലോ. ഞങ്ങളുടെ ഒരു കട കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ആലു പൊറോട്ടയും അതുപോലെ തന്നെ ചായയും കുടിക്കാനുള്ള പരിപാടിയാണ്. നല്ല ചൂടുള്ള ആലു പൊറോട്ടയും ഒരു രക്ഷയില്ലാത്ത ചായയും തൈരും കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റ്. എന്താ തണുപ്പത്ത് ഭക്ഷണക്കാരുടെ ടേസ്റ്റാണ്. രക്ഷയില്ലാത്തത്. അവിടെ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ആ ചേട്ടൻ്റെ കാറാട്ടത്. മൂപ്പര് ഇവിടെ വർക്ക്ഷോപ്പ് ഒന്ന് പരിചയപ്പെട്ടതാണ്. എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂപ്പര് ഇന്നലെ വരുന്ന സമയത്ത് നമ്മൾ അതേ റൂട്ടിൽ തന്നെ വരുന്ന സമയത്ത് പാറ വന്ന് വീണേൽ അയിമ കൂടെ വണ്ടി കയറി. മൂപ്പര് അറിഞ്ഞില്ല, പെട്ടെന്ന് സഡനായിട്ട് വന്നതാണ്. കയറി ഫ്രണ്ട് ടയർ കയറിയിട്ട് ഇവിടെ പോയിട്ട് അടിച്ചത്. എന്നിട്ടൊക്കെ എൻജിൻ്റെ അടുത്തേക്ക് വരെ ചേസ് ബെൻഡായി, റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ സീനായി. പമ്പറിന് മാത്രം ഒന്നും പറ്റില്ല. അത് മാത്രം ഒരു സ്ക്രാച്ച് പോലും അതവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. എന്താ സീനറിയോ. അപ്പോൾ ഇവിടെ എന്തോ ബ്ലോക്ക് ഉണ്ട്. എന്താ സംഗതി മനസ്സിലായില്ല. കണ്ടില്ലേ, ഫുൾ ബ്ലോക്ക് കിടക്കുക വണ്ടിയൊക്കെ.
ഇപ്പം സംഭവിച്ചാട്ടോ, ആ ലോറി ആ സൈഡിലല്ലേ ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ ആ ലോറി മണ്ണ് വീണ് അതിൻ്റെ മേലൊക്കെ വീണിട്ട് സൈഡിലേക്ക് മാറിയത് സീനായിട്ടോ. അവിടെ എപ്പോഴും വീണോണ്ടിരിക്കണ്ടോ എൻ്റെ മോനെ, വൻ സീനായിട്ടോ. ആ ലോറി ഉണ്ടല്ലേ പണിയായത്. അവിടേക്ക് പോലീസും ആൾക്കാരൊക്കെ അപ്പം തന്നെ വന്നിട്ടുണ്ട്. പോലീസുകാർ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട്, വിയോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം. ആ ലോറിൻ്റെ മുൻഭാഗം പോയി നോക്കി നിങ്ങൾ, അവിടെ ആണെങ്കിലും മണ്ണിങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. അവിടെ ഡേഞ്ചറായി നിൽക്കുന്ന 2-3 മരങ്ങളും ഉണ്ട്. മിക്കവാറും ഈ റോഡ് ഇപ്പോൾ ക്ലോസ് ആവും, അതാണ് സീന്. വണ്ടി ഇപ്പോൾ 2 ഭാഗത്തുള്ളവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ആവോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. ആ മരാണ് ഇളകി കളിക്കുന്നുമുണ്ട്. ഇങ്ങനെ വീണോണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ മേലാണ് ഒരു ബിൽഡിംഗ് ഉണ്ടാ. അത് സീൻ ഉണ്ടാവില്ലേ? എനിക്കൊന്ന് ഈ മരത്തിൻ്റെ ഈ ഭാഗമാണ് സീനുള്ളൂ. റോഡ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മരം മുറിക്കുന്നുണ്ട് അവിടെ ആൾക്കാർ. ഓ, ആ ലോറിൻ്റെ അവസ്ഥയിൽ അതിൻ്റെ ഓണർ വണ്ടിയോടെ നിർത്തി വിട്ടു പോയതാണ്. സമയം 3 മണിയായി. എന്താ മൂപ്പരാണ് ആള്. മൂപ്പരെ കണ്ടു. മൂപ്പര് പറഞ്ഞ് ഈ മയത്ത് എങ്ങനെ പണിയെടുക്കാനാണ്, ഇവിടെ ഉരുൾപൊട്ടൽ നടന്നുകൊണ്ടൊക്കെയാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും മഴ കുറച്ച് കുറയുന്ന വരെ വണ്ടി ഇരിക്കണം അല്ലടാ. നീ നല്ല സമയത്തല്ലേ വന്നത്? വൈബില്ലേ? എൻ്റെ ഇതുവരെയുള്ള പാർട്ട്നേഴ്സിന് കിട്ടാത്ത വൈബാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ വണ്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴ ഒന്ന് ശമനം കിട്ടിയിട്ട് വേണം റീകവറി ചെയ്യാൻ വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് പണിയെടുക്കാൻ. മൂപ്പര് ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മൂപ്പര് വർത്തമാനത്തിൽ കോൺഫിഡൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ റീകവർ ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ മിനിമം 1500-2000 കൊടുക്കേണ്ടി വരും, 300 ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വണ്ടിക്കാരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ വലിച്ചു കൊണ്ടുവരാണെങ്കിൽ പൊളിയാണ്. നോക്കട്ടെ. അവിടെ വീണ്ടും പൊട്ടി ആ സ്ഥലത്ത് സീന കിടക്കാണ്. ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയും 5 ദിവസം നല്ല ഹെവി മഴയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇത് കണ്ടില്ലേ, റോഡിൻ്റെ ഈ ഭാഗത്ത് വരെ വീണടക്കുന്നുണ്ട്. അങ്ങോട്ട് താഴോട്ടൊക്കെ പോകുമ്പോൾ അവിടെ റോഡിലൊക്കെ കുറേ ലാൻഡ് സ്ലൈഡിങ് സംഭവിച്ചിട്ടുള്ളത്. എത്ര അറിയോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ ആളോട് ഞാൻ സംസാരിച്ച് മൂപ്പര് ക്രെയിനിന് വിളിക്കപ്പോൾ 1500 പറഞ്ഞപ്പം മൂപ്പര് തന്നെ ഒരു പിക്കപ്പിന് നിർത്തിയിട്ട് ചോദിക്കുന്നതാ. അടിപൊളി മനുഷ്യനാട്ടോ. ഇവരെ കിട്ടിയിട്ടുണ്ട്. ഇവരോട് പറഞ്ഞിട്ട് ഞാൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും സെറ്റാക്കി വണ്ടി അവിടെ എത്തിക്കണം. അങ്ങനെ നമ്മളിതാ നമ്മുടെ അടുത്തുള്ള ടോക്ക് വെച്ചിട്ട് റോപ്പ് വെച്ചിട്ട് ഇതാ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നൈസായിട്ട് പോവാ. മനോജ് ബൈക്ക് പാസ് ടീക്കേ. നൈസായിട്ട് ഇവിടുന്ന് രക്ഷപ്പെടുക എന്നല്ലാതെ വേറൊരു മാർഗമില്ല. സംഗതി സിമ്പിൾ പരിപാടിയാ. ഇവർക്ക് ഇനി 1000 കൊടുക്കണം. എന്തായാലും കുറക്കാൻ പറ്റുമോ നോക്കല്ലേ. വീണ്ടും സംഭവിച്ചിട്ടോ ലാൻഡ് സ്ലൈഡിങ്. നോക്കി ഇപ്പുറം ഭാഗത്തൊക്കെ സീനായി. അങ്ങനെ നമ്മൾ വണ്ടി വർക്ക്ഷോപ്പിൻ്റെ അടുത്തേക്ക് എത്തിച്ച് നല്ല പറ്റിക്കല പറ്റിച്ച്. ഈ ചെക്കന്മാരൊക്കെ പറഞ്ഞു നല്ല പറ്റിക്കലാതെ പറ്റിച്ചത്. 900 റുപ്യ നമ്മളടുത്ത് എല്ലാ സെറ്റപ്പും ഉണ്ട് ഒരു 300 മീറ്റർ ഡിസ്റ്റൻസിന്. പിന്നെ എങ്ങനെയാണ് സാഹചര്യം മുതലാക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. പിന്നെ നമ്മൾ ആവശ്യം നടന്നെന്നുള്ളതാണ്. കുഴപ്പമില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പെടുമ്പോഴാണ് നമുക്കിങ്ങനെ ഈ ഹെൽപ്പ് കിട്ടുന്നതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. ഇവിടുത്തെ ഒരു വണ്ടീൻ്റെ മറ്റേ കല്ല് ആ സ്വിഫ്റ്റിൻ്റെ പണി കഴിയണം കേട്ടോ നമ്മൾ വണ്ടിയിലേക്ക് തുടങ്ങണമെങ്കിൽ. ഇനി